ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. കീം എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് നോർമലൈസേഷനും ഇതിന്റെ റാങ്ക് പ്രിപ്പറേഷനെയും കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. നീറ്റ് ജെഇ പോലുള്ള നാഷണൽ ലെവൽ എക്സാമിനേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തികച്ചും ഇത് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ കീം എൻട്രൻസ് എക്സാംസ് നടക്കുന്നത്. കാരണം മറ്റ് എൻട്രൻസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ എൻട്രൻസ് മാർക്കിനൊപ്പം തന്നെ ഒരു ബോർഡ് എക്സാമിനേഷൻ മാർക്ക് കൂടി പരിഗണിച്ചാണ് കീം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്, CBSE, ICSE, IGCS തുടങ്ങിയ എല്ലാ സിലബസുകാർക്കും കീം എഴുതാനുള്ള അർഹതയുണ്ട്. ഈ വർഷം എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. എൻട്രൻസ് പരീക്ഷയിലെ മാർക്കിന് +2 ക്ലാസ്സിലെ മാർക്കിന് തുല്യ വെയിറ്റേജ് നൽകും. അതായത് നിങ്ങൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് +1ലും +2 ബോർഡിലും എക്സാം ഉണ്ട്. അപ്പോൾ ആ മാർക്ക് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ എൻട്രൻസ് റാങ്കിങ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നാൽ CBSE കുട്ടികൾക്ക് +2ൽ മാത്രമാണ് ബോർഡ് എക്സാം ഉള്ളത്. അപ്പോൾ ആ മാർക്ക് മാത്രമാണ് എൻട്രൻസ് റാങ്ക് പ്രിപ്പറേഷനിലേക്ക് വരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, കീം എക്സാം പാറ്റേൺ കുട്ടികൾക്ക് ഒരു 75 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നായിരിക്കും. ഫിസിക്സിൽ നിന്ന് ഒരു 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് ഒരു 30 ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾ എക്സാമിന് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 150 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും 5:3:2 എന്ന റേഷ്യോയിലാണ് വെയിറ്റേജ് നൽകിയിരിക്കുന്നത് എൻട്രൻസ് മാർക്ക് കണക്കാക്കുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി കമ്പൽസറി ആണ്. എന്നാൽ ICT വിഷയങ്ങളായിട്ടുള്ള കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് മാർക്കാണ് ഇവിടെ നോക്കുന്നത്. ഇവ രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ബയോ ടെക്നോളജിയും, ഇവ മൂന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോളജിയുടെ മാർക്ക് വെച്ചിട്ടാണ് നോർമലൈസേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻട്രൻസ് പരീക്ഷ ഓൺലൈനാണ്. പല ദിവസങ്ങളിലും പല സെക്ഷനുകളായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആവണമെന്നില്ല. അതായത് ഡിഫിക്കൽട്ടി ലെവൽ അങ്ങനെ വരുന്ന കേസുകളിൽ ഈ എക്സാമിനേഷൻ്റെ മാർക്ക് നോർമലൈസേഷൻ ചെയ്തതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. +2 മാർക്കിൻ്റെ നോർമലൈസേഷൻ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് +2 മാർക്ക് നോർമലൈസേഷൻ ചെയ്യുന്ന രീതി ഈ വർഷം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുൻപ് നിലവിലുണ്ടായിരുന്ന ഗ്ലോബലൈസേഷൻ ഉപയോഗിച്ചുള്ള സങ്കീർണമായിട്ടുള്ള താരതമ്യ രീതി ഒഴിവാക്കി ഇതിന് പകരം തമിഴ്നാട് മാതൃകയിൽ കേരള സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ വിവിധ ബോർഡുകളിലെ മാർക്കുകൾ സമീകരിക്കാതെ തന്നെ പരിഗണിക്കപ്പെടുന്ന രീതിയാണ് നടപ്പിലാക്കുന്നത്. അപ്പം മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിലെ മാർക്കുകൾക്ക് തുല്യമായി പരിഗണിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി ആയുഷ് കോഴ്സുകളിലേക്കുള്ള യോഗ്യത, ആയുഷ് കോഴ്സുകളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതിന് മുൻപ് +2ന് ഒരു 50% മാർക്ക് വേണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ മാറ്റം അനുസരിച്ച് അത് പാസ് മാർക്ക് എന്ന രീതിയിലേക്ക് ലഘൂകരിച്ചിട്ടുണ്ട്. എങ്കിലും ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നീറ്റ് പരീക്ഷകളെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും തുടരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് നോർമലൈസേഷൻ ചെയ്ത ശേഷം മാത്തമാറ്റിക്സ് 150ലേക്ക് മാറും, ഫിസിക്സ് 90ലേക്ക് മാറും, കെമിസ്ട്രി 60ലേക്ക് മാറും. അപ്പോൾ ഇതുവഴി അവയുടെ വെയിറ്റേജ് 5:3:2 എന്ന ഫോർമുലേറ്റിലേക്ക് വരുവാണ്. അപ്പം ഈ 3 വിഷയങ്ങളുടെയും മൊത്തം മാർക്ക് 300 ആയിരിക്കും ഉണ്ടാകുക. ഇങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻസ് നടക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് വേണ്ടി നന്നായിട്ട് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് മേടിക്കുക, ഫുൾ A+, ഫുൾ A1 മേടിക്കുക. അതുമാത്രം പോരാ, ഒപ്പം എൻട്രൻസിനുള്ള പ്രിപ്പറേഷനും കൂടി നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് 360 മെൻറ്റേഴ്സുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ ചാനൽസ് ഫോളോ ചെയ്യും. ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.